എല്ലാവർക്കും ശങ്കർ IAS അക്കാഡമിയിലേക്ക് സ്വാഗതം. മേഴ്സി പെറ്റീഷൻ അഥവാ ദയാ ഹർജി, ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു സിനിമയായിരിക്കും 1992 റിലീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോഹൻലാൽ ചിത്രം സതയം, അല്ലെ? അപ്പൊ ആ സിനിമയിൽ കാണുന്ന പോലെ തന്നെ കുറ്റം ചെയ്യപ്പെട്ടവർക്കുള്ള അല്ലെങ്കിൽ കുറ്റവാളികൾക്കുള്ള ഒരു അവസാനത്തെ പ്രതീക്ഷയാണ് ഈ ദയാ ഹർജി, ഇന്ത്യൻ പ്രസിഡന്റിന് സമർപ്പിക്കുന്ന ദയാ ഹർജി. അപ്പൊ ഈ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നതും അത് തന്നെയാണ്. പക്ഷെ ഇത് സംസാരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനും ഇന്ത്യൻ പ്രസിഡന്റിനും ഈ ഒരു ക്ലെമൻസി അഥവാ ദയാഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാര പരിധിയെക്കുറിച്ചും അതിലുണ്ടായ ചില സിമിലാരിറ്റീസും ഡിഫറൻസിനെ കുറിച്ചുമാണ് ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ. അപ്പം അമേരിക്കയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 2 പ്രകാരം ഇന്ത്യയിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 72 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റിനും കുറ്റവാളികൾക്ക് ദയ കൊടുക്കാൻ സാധിക്കും. പക്ഷെ ഇതിൽ ചില വ്യത്യാസങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില സിമിലാരിറ്റീസും ഉണ്ട്. ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് മൊത്തത്തിൽ 6 തരത്തിലുള്ള ദയയുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അബ്സല്യൂട്ട്ലി ഒരു പേഴ്സണെ ആ കുറ്റത്തിൽ നിന്നും വിമുക്തനാക്കുന്ന രീതിയാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ റിപ്രീവ്, മൂന്നാമത്തേത് റെസ്പൈറ്റ്, നാലാമത്തേന്ന് പറഞ്ഞാൽ റിമിഷൻ, അഞ്ചാമത്തേത് സസ്പെൻഷൻ, ആറാമത്തേത് കമ്മ്യൂട്ടേഷൻ. അപ്പൊ നമുക്ക് ഈ റിമിഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. റിമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നല്ല നടത്തിപ്പ് കാരണം അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷയുടെ സിവിയറിറ്റി കുറയ്ക്കുക. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ 14 വർഷ കഠിന തടവിന് വിധിക്കുകയാണ്, പക്ഷെ അദ്ദേഹം ജയിലിനുള്ളിൽ വളരെ നല്ല പെരുമാറ്റവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ശിക്ഷാ കാലാവധി ഒരുപക്ഷെ 10 വർഷമായിട്ടോ പിന്നീട് 8 വർഷമായിട്ടോ കുറയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഷായിട്ടുള്ള പണിഷ്മെന്റിനെ മാറ്റിക്കൊണ്ട് മൈൽഡ് ആയിട്ടുള്ള പണിഷ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു, പക്ഷെ അദ്ദേഹത്തിന് ഒരുപക്ഷെ വധശിക്ഷ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന് അത് ജീവപര്യന്തമായി മാറ്റാനുള്ള നടപടിയാണ് നമ്മൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി റിപ്രീവ്, റിസ്പൈറ്റ്, സസ്പെൻഷൻ, ഇത് മൂന്നും ഓൾമോസ്റ്റ് സിമിലർ ആണ്. റിപ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു ശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെങ്കിൽ അതിനാണ് നമ്മൾ റിപ്രീവ് എന്ന് പറയുന്നത്. റിസ്പൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആണ്, ശിക്ഷ നിർത്തിവെക്കുക. പക്ഷേ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റവാളി ഒരു പക്ഷേ ഒരു സ്ത്രീയാണ്, അവർ ഗർഭിണിയാണ്, ഇല്ലെങ്കിൽ കുറ്റവാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ താൽക്കാലികമായി ആ ശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്നും നിർത്തിവെക്കുന്നു. അടുത്തതാണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്ത് കാരണത്തിന് വേണമെങ്കിലും ഉപയോഗിക്കാം. ഒരു പക്ഷേ അത് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഒരു പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ ഉപയോഗിക്കാം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൽക്കാലികമായി ശിക്ഷ നടപ്പാക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇന്ത്യൻ പ്രസിഡന്റിന് ഈ ഏതൊക്കെ കേസുകളിലാണ് ഈ ദയ കൊടുക്കാൻ കഴിയുന്നത്? ഒന്നെന്ന് പറഞ്ഞാൽ ഒഫൻസസ് അണ്ടർ ദി യൂണിയൻ ലോ എന്ന് പറഞ്ഞാൽ, അതായത് കേന്ദ്രത്തിന് കീഴിൽ വരുന്ന നിയമങ്ങൾ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇന്ത്യൻ പ്രസിഡന്റിന് പാർഡൺ അഥവാ ദയ കൊടുക്കാൻ സാധിക്കും. മറ്റൊന്ന് പറഞ്ഞാൽ കോർട്ട് മാർഷൽ കേസുകൾ, അതായത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ പട്ടാളക്കാർ നേരിടുന്ന ചില കേസുകളിൽ നിന്നും അല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തനാക്കാനുള്ള അധികാരപരിധിയെ കുറിച്ചാണ് ഈ പറയുന്നത്. അടുത്തെന്ന് പറഞ്ഞാൽ ഡെത്ത് സെന്റൻസ്, അതായത് ഇവിടെ നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റിന് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന അധികാരപരിധി ഉപയോഗിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെത്ത് സെന്റൻസിനെ മാറ്റിക്കൊണ്ട് അതൊരു ജീവപര്യന്തമാക്കി കുറയ്ക്കാൻ സാധിക്കും. ഇനി ഇതിനുള്ള നടപടി എന്താണ്? വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ഓർ പ്രോസസ് ഓഫ് ഗിവിംഗ് പാർഡൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രസിഡന്റിന് ഇത് ഏകപക്ഷീയമായ ഒരു തീരുമാനം ഈ ഒരു കാര്യത്തിൽ എടുക്കാൻ പറ്റില്ല. ഭരണഘടനാ അനുച്ഛേദം 74 ക്ലോസ് 1 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് എപ്പോഴും പ്രവർത്തിക്കുന്നത് എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, അവരുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉപദേശപ്രകാരം മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റിന് ഈ ഒരു കാര്യത്തിലും തീരുമാനമെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്ത്യയിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ത്യൻ പ്രസിഡന്റ് എടുത്തിട്ടുള്ള ആ ഒരു ദയ ഹർജി, അതുമായി എടുത്തിട്ടുള്ള നടപടി, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിന് അത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാനുള്ള അധികാരവും ഇന്ത്യയിലുണ്ട്. അതിന് ഉദാഹരണമായി പറയുന്ന കേസാണ് 1980 മറുറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസ്. ഈ ഒരു കേസ് സുപ്രീം കോർട്ടിന് മുന്നിൽ 2 പ്രധാന ചോദ്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന് CRPC സെക്ഷൻ 403A എന്ന് പറയുന്ന സെക്ഷനുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലെമൻസി കൊടുക്കുന്നതിൽ അഥവാ ദയ കൊടുക്കുന്നതിൽ ഇന്ത്യൻ പ്രസിഡന്റ് പൂർണ്ണമായും സ്വതന്ത്രനാണോ എന്നുള്ള ചോദ്യമായിരുന്നു. അപ്പൊ എന്താണ് ഈ ആദ്യത്തെ ചോദ്യം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് CRPC അഥവാ ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. അപ്പൊ ഈ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സെക്ഷൻ 433A പ്രകാരം ഒരാള് കഠിനമായ തടവ് ഫേസ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ കൊലപാതകം പോലെയുള്ള വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അദ്ദേഹം 14 വർഷം മിനിമം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിന് ദയ പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ, അദ്ദേഹത്തെ ദയാ ഹർജി പോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് CRPCയിൽ ഈ ഒരു നിയമം പറയുന്നത്. എന്നാൽ അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഈ 433A എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി നിയമമാണോ വലുത് അതോ 72 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമമാണോ വലുത് എന്നുള്ളതായിരുന്നു. അപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 433A എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമമാണെന്നും എന്നാൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്
പ്രാധാന്യമുള്ളതാണ് 72 എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ നിയമം എന്നുള്ളതാണ് സുപ്രീം കോർട്ട് എടുത്ത ഒരു സ്റ്റാൻഡ്. അടുത്തതായിട്ട് നമുക്ക് ചോദിച്ച ചോദ്യമായിരുന്നു പ്രസിഡന്റ് ദയ കൊടുക്കാൻ പൂർണ്ണമായും സ്വതന്ത്രനാണോ എന്നുള്ള ചോദ്യം. ആ ഒരു ചോദ്യത്തിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് അല്ല എന്നും, അതായത് ആർട്ടിക്കിൾ 74 പ്രകാരം ഈ ഒരു വിഷയത്തിലും പ്രസിഡന്റ് തീരുമാനം എടുക്കേണ്ടത് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉപദേശപ്രകാരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒരിക്കലും ദയ കൊടുക്കാൻ സ്വതന്ത്രനല്ല എന്നുള്ളതാണ് സുപ്രീം കോർട്ട് ഈ ഒരു കേസിൽ പറഞ്ഞൊരു കാര്യം. ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ഒരു കേസിൽ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഇതൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ജുഡീഷ്യറി ഓഫ് ഇന്ത്യ. ഇനിയും ഇന്ത്യൻ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വ്യത്യാസങ്ങൾ നമ്മൾ നോക്കാം ഈ ഒരു ദയാഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികാര പരിധിയിൽ. ആദ്യമായി നോക്കുകയാണെങ്കിൽ സോഴ്സ് ഓഫ് പവർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആർട്ടിക്കിൾ 72 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ പ്രസിഡന്റിന് ദയാഹർജി കൊടുക്കാൻ അദ്ദേഹത്തെ എംപവർ ചെയ്യുന്നത്. എന്നാൽ മറ്റൊരു സൈഡിൽ ആർട്ടിക്കിൾ 2 ഓഫ് ദി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് US പ്രസിഡന്റ് ദയാഹർജി കൊടുക്കുന്നത്. ഇനി സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിയൻ നിയമങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ കോർട്ട് മാർഷൽ കേസുകൾക്കോ ഇല്ലെങ്കിൽ ഡെത്ത് സെന്റൻസിനാണ് കൂടുതലും ഇന്ത്യൻ പ്രസിഡന്റ് ദയാഹർജി കൊടുക്കുന്നത്. പക്ഷേ അതേപോലെ തന്നെയാണ് ഇവിടെയും അമേരിക്കൻ പ്രസിഡന്റിനും ഫെഡറൽ നിയമങ്ങൾ വരും. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ കേന്ദ്ര ഗവൺമെന്റ് നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾക്ക് മാത്രമേ ഇവിടെയും ക്ലെമൻസി കൊടുക്കാൻ US പ്രസിഡന്റിനും അധികാരമുള്ളൂ. ഇനി പ്രീ എംപ്റ്റീവ് പാർഡൺ എന്ന് പറഞ്ഞാൽ ഒരാളെ കുറ്റം ചാർജ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരാൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യമാണ്. ഇവിടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നമുക്കത് സാധിക്കില്ല. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. പക്ഷെ അമേരിക്കയിൽ അവിടെ പ്രസിഡന്റ് പൂർണ്ണമായും സ്വതന്ത്രനാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മേൽ കുറ്റം ചുമത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ക്ലെമൻസി കൊടുക്കാനുള്ള അധികാരം അമേരിക്കൻ പ്രസിഡന്റിനുണ്ട്. ഇനിയും സ്റ്റേറ്റ് ഒഫൻസുകൾ, ഇപ്പൊ അമേരിക്കയിൽ കാലിഫോർണിയയിൽ ഒരാൾ ഒരു കുറ്റം ചെയ്തു, ഇല്ലെങ്കിൽ ടെക്സസിൽ ഒരാൾ ഒരു കുറ്റം ചെയ്തു, അതിനൊരിക്കലും അമേരിക്കൻ പ്രസിഡന്റിന് ദയ കൊടുക്കാൻ സാധിക്കില്ല. അതിന് ദയ കൊടുക്കാനുള്ള അധികാരം അവിടുത്തെ ഗവർണർക്കാണ്. അതേപോലെ തന്നെയാണ് ഇന്ത്യയിലും ഗവർണർക്കാണ് ആർട്ടിക്കിൾ 161 പ്രകാരം ഇന്ത്യയിൽ സ്റ്റേറ്റ് ഗവർണർക്കാണ് അത്തരം സ്റ്റേറ്റ് ഒഫൻസുകളിൽ ക്ലെമൻസി കൊടുക്കാനുള്ള അധികാരം. ഇനി ഡിസ്ക്രിപ്ഷൻ, സ്വമേധയ എടുക്കാനുള്ള തീരുമാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് അതില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞു മറുറാം വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോർട്ട് ഇത് പറഞ്ഞാണ്. ആർട്ടിക്കിൾ 74 ക്ലോസ് 1 പ്രകാരം ഇന്ത്യൻ പ്രസിഡന്റ് എപ്പോഴും ആക്ട് ചെയ്യേണ്ടത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസ് പ്രകാരമായിരിക്കണം. പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല. അമേരിക്കയിൽ അവിടെ പ്രസിഡന്റ് സ്വതന്ത്രനാണ്. ഇനി ജുഡീഷ്യൽ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജുഡീഷ്യൽ റിവ്യൂവിനുള്ള സ്കോപ്പ് ഉണ്ട്, പക്ഷെ അമേരിക്കയിൽ അതില്ല. അതിനൊരു ഉദാഹരണമായി പറയുന്ന ഒരു കേസാണ് എക്സ് പാർട്ടി ഗാർലാൻഡ് 1866 എന്നുള്ള ഒരു കേസ്. അപ്പോൾ ഈ ഒരു കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ കേസാണ് അമേരിക്കൻ ജുഡീഷ്യൽ ചരിത്രത്തിൽ. അപ്പോൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 1866 അല്ലെങ്കിൽ 1860കളുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം. അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. അപ്പോൾ യൂണിയനും കോൺഫെഡറേറ്റ് സ്റ്റേറ്റുകളും തമ്മിലായിരുന്നു ഈ ഒരു സിവിൽ വാർ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ സിവിൽ വാറിന്റെ എൻഡിലേക്ക് വരുന്ന സമയത്ത് എബ്രഹാം ലിങ്കണെ അസാസിനേറ്റ് ചെയ്യുകയുണ്ടായി. തുടർന്ന് ആൻഡ്രൂ ജോൺസൺ എന്ന് പറയുന്ന മറ്റൊരാൾ അമേരിക്കൻ പ്രസിഡന്റായി മാറുകയും ചെയ്തു. അദ്ദേഹമായിരുന്നു 1866 മുതൽ 1869 വരെയുള്ള കാലയളവിൽ അമേരിക്കൻ പ്രസിഡന്റായി അമേരിക്ക ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് കോൺഫെഡറേറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ കോൺഫെഡറേറ്റ് സപ്പോർട്ടർ ആയിരുന്ന ഒരു സെനറ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് അഗസ്റ്റസ് എച്ച് ഗർലാൻഡ് എന്ന് പറയുന്നത്. പക്ഷേ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ആൻഡ്രൂ ജോൺസൺ ഈ അഗസ്റ്റസ് എച്ച് ഗർലാൻഡിന് ദയ കൊടുക്കുകയും തുടർന്ന് പക്ഷേ ദയ കൊടുത്താൽ പോലും ഈ ഗർലൻഡിനെ ഫെഡറൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യും. അദ്ദേഹം ഒരു വക്കീൽ കൂടെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ഫെഡറൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം അവിടെ ഒരു വലിയ ചോദ്യം ഉന്നയിച്ചു. ഇപ്പോൾ പ്രസിഡന്റ് ഒരാൾക്ക് ദയ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കുറ്റവിമുക്തനല്ലേ? പിന്നീട് എന്തിനാണ് അദ്ദേഹത്തെ ഫെഡറൽ കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ നിന്നും ബാൻ ചെയ്തത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കേസായി മാറുകയും അന്നത്തെ അമേരിക്കൻ സുപ്രീം കോർട്ട് അന്ന് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് മാപ്പ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ ദയ കൊടുക്കാനുള്ള സ്കോപ്പ് വളരെ വലുതാണെന്നും അദ്ദേഹം അതിൽ പൂർണ്ണമായി സ്വതന്ത്രനാണെന്നും ഇനി അങ്ങനെ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ തന്നെ മാപ്പ് ലഭിച്ച ഒരാൾ പൂർണ്ണമായും പിൽക്കാലത്ത് ആ കുറ്റത്തിൽ നിന്നും വിമുക്തനാണ്, അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അമേരിക്കൻ സുപ്രീം കോർട്ട് 1866 പറഞ്ഞത്. അപ്പോൾ അത് പ്രകാരം ഇപ്പോഴും അതേ സംവിധാനം തന്നെയാണ് അമേരിക്കയിൽ തുടർന്നു പോകുന്നത്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ഫെഡറൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ദയ കൊടുക്കുന്നതിൽ പരിപൂർണമായ സ്വതന്ത്രനാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ അപേക്ഷിച്ച്. ഇനി ഇമ്പാക്ട് ഓഫ് പാർഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ നിങ്ങളെ കുറ്റവിമുക്തനാക്കിയാൽ പോലും നിങ്ങൾ ആ ഒരു ഗിൽറ്റിൽ നിന്നും ഒരിക്കലും നിങ്ങൾ ചെയ്ത പ്രവൃത്തി അവിടെ മാറുന്നില്ല. അതുതന്നെയാണ് അമേരിക്കയിൽ നടക്കുന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇതിൽ തന്നെ ചില ലൂപ്പ് ഹോളുകളുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ 2 പൊളിറ്റിക്കൽ പാർട്ടികൾ എടുക്കാം, പൊളിറ്റിക്കൽ പാർട്ടി എ, പൊളിറ്റിക്കൽ പാർട്ടി ബി. ഇപ്പോൾ ഈ വർഷം പൊളിറ്റിക്കൽ പാർട്ടി 2024 എന്ന് പറയുന്ന ഈ ഒരു വർഷം പൊളിറ്റിക്കൽ പാർട്ടി എ ആണ് അധികാരത്തിലിരിക്കുന്നത്. സോ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള ആളുകളും ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു കാലയളവിൽ പൊളിറ്റിക്കൽ പാർട്ടി ബിയിലുള്ള ചില ആളുകൾ പൊളിറ്റിക്കൽ മെമ്പേഴ്സ്
കൊടൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ പോലെയുള്ള കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെ എന്ത് ചെയ്യുന്നു, ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നാൽ അടുത്ത ഇലക്ഷൻ 2025 ഒരു ഇലക്ഷൻ നടക്കുകയും ഈ 2025 ഇലക്ഷനിലൂടെ പൊളിറ്റിക്കൽ പാർട്ടി ബി അധികാരത്തിൽ വരികയും ചെയ്തു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടി ബി അധികാരത്തിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യും, ഈ ഒരു കുറ്റം ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ആളുകൾക്ക് ദയ കൊടുക്കാനുള്ള സാധ്യത ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റ് ആരുടെ ഉപദേശപ്രകാരമാണ് ദയ കൊടുക്കുന്നതെന്ന് വെച്ചാൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉപദേശപ്രകാരമാണ്. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരായിരിക്കും, ഈ പൊളിറ്റിക്കൽ പാർട്ടി ബി ആയിരിക്കും. അപ്പം ഇങ്ങനത്തെ ചില ലൂപ്പ് ഹോളുകൾ നമ്മുടെ ഈ ഒരു ക്ലെമൻസി സിസ്റ്റത്തിലുണ്ട് എന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഒരിക്കലും നമ്മൾ കുറ്റവിമുക്തനാക്കിയാൽ പോലും നമ്മൾ ചെയ്ത കുറ്റം അവിടെ ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോരായ്മ കൂടിയാണത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് ഈ ക്ലെമൻസി പവറിനെ കുറിച്ചാണ്. ഇന്ത്യൻ പ്രസിഡന്റിനും അമേരിക്കൻ പ്രസിഡന്റിനും ഇത് അവരുടെ സ്കോപ്പ് എന്താണെന്നും ആർക്കാണ് ഏറ്റവും കൂടുതൽ അതിൽ സ്കോപ്പ് ഉള്ളതെന്നും അതിലുള്ള ചില സിമിലാരിറ്റികളും ഡിഫറൻസുകളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്രിലിംസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. Which of the following is not a feature of the pardoning power of the President of India under Article 72? Option A, it applies to punishment for offences under union laws. ഇത് വളരെ കറക്റ്റ് ആണ്. കാരണം പ്രസിഡന്റിന് ഏതൊക്കെ കേസുകളിലാണ് ലാർജ് സ്കോപ്പ് ഉള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് യൂണിയൻ ലോ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ വരികയാണെങ്കിൽ അവിടെ ദയ കൊടുക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കോർട്ട് മാർഷൽ കേസുകൾ, പട്ടാളക്കാരെന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അവരെ കുറ്റം ചുമത്തപ്പെട്ടാൽ അവർക്ക് ദയ കൊടുക്കാം. മൂന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് സെന്റൻസുകളിൽ കമ്മ്യൂട്ടേഷൻ കൊടുക്കാം. ഇതാണ് പ്രസിഡന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലെമൻസി പവർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഫോർ ഡെത്ത് സെന്റൻസസ്. ആൻഡ് ഓപ്ഷൻ സി ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു സ്റ്റേറ്റ് ലെവൽ ഒഫൻസസ്. ആൻഡ് ഓപ്ഷൻ ഡി ഇറ്റ് റിക്വേഴ്സ് ദി അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പം ഈ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ഓപ്ഷൻ ബി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഡെത്ത് സെന്റൻസുകളിൽ കമ്മ്യൂട്ടേഷൻ കൊടുക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അതായിരിക്കില്ല ഒരിക്കലും കറക്റ്റ് ആൻസർ. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ സ്റ്റേറ്റ് ലെവൽ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലെവലിൽ അനുച്ഛേദം 161 പ്രകാരം ഗവർണർക്കാണ് അവർ പാർഡണിങ് പവർ ഉള്ളത്, പ്രസിഡന്റിനല്ല. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് 4 അഥവാ ഓപ്ഷൻ ഡി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് റിക്വേഴ്സ് ദി അഡ്വൈസ് ഓഫ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. യെസ്, ഇന്ത്യയിൽ പ്രസിഡന്റ് ക്ലെമൻസി പവർ ഉപയോഗിക്കുന്നത് ആരുടെ ഉപദേശപ്രകാരമായിരിക്കും? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഉപദേശപ്രകാരമായിരിക്കും, അണ്ടർ ആർട്ടിക്കിൾ 74 ക്ലോസ് 1 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു ചോദ്യം ആൻസർ ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ ചർച്ചയുടെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.